പർച്ചേസ് കഴിഞ്ഞു പോകുമ്പോൾ ഗിഫ്റ്റ് ആയിട്ടൊരു ഗോൾഡ് കോയിൻ കൂടെ കിട്ടിയ എങ്ങനെ ഉണ്ടാവും? അതായത് സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പള്ളുരുത്തി ഷോറൂമിന്റെ ഇനാഗുറൽ ഓഫർ ആയിട്ട് ജനുവരി 11 മുതൽ ഫെബ്രുവരി 11 വരെ പള്ളുരുത്തി ഷോറൂമിൽ നിന്ന് ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 11 ഭാഗ്യശാലികൾക്ക് സമ്മാനമായി ഗോൾഡ് കോയിൻ ലഭിക്കുന്നതാണ്. നമ്മുടെ പുതിയ ഷോറൂമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ആണ്. ഗോൾഡ് റേറ്റ് ഒരുപാട് ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷനാണ് ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി. ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയുടെ ഒരുപാട് കളക്ഷൻ നമ്മുടെ സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ അവൈലബിൾ ആണ്. അതുകൂടാതെ നിങ്ങളുടെ കയ്യിലുള്ള പഴയ ആഭരണങ്ങൾ അന്നത്തെ ഗോൾഡ് റേറ്റിൽ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ ആഭരണങ്ങൾ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ മറക്കണ്ട, സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളുരുത്തി. കോട്ടപ്പടി മാർ ഏലിയസ് കോളേജിൽ നടത്തിയ മെഗാ ജോബ് ഫെയർ സമാപിച്ചു. കോതമംഗലം മാർ ഏലിയസ് കോളേജിൽ വിജ്ഞാന കേരളം, KDIX എന്നിവരുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച മെഗാ ജോബ് ഫെയർ വിജയകരമായി സമാപിച്ചു. 1000-ലധികം ഉദ്യോഗാർത്ഥികൾ ജോബ് ഫെയറിൽ പങ്കെടുത്തു. 85-ലേറെ പ്രമുഖ കമ്പനികൾ ജോബ് ഫെയറിന്റെ ഭാഗമാകുകയും വിവിധ മേഖലകളിലായി അനേകം തൊഴിലവസരങ്ങൾ ഒരുക്കുകയും ചെയ്തു. പരിപാടിയുടെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. അപ്പോൾ ഏതെല്ലാം നിലയിൽ ഉദ്യോഗാർത്ഥികളെ സഹായിക്കാൻ കഴിയുമോ അത് ഉദ്യോഗാർത്ഥികളും തൊഴിലുടമകളും തമ്മിലുള്ള ആ ഒരു അന്തരം അല്ലെങ്കിൽ അത് കുറച്ചുകൊണ്ട് ഒരു വരത്തക്ക നിലയിലുള്ള വിപുലമായ ഇടപെടലുകളാണ് കേരളത്തിലെ ഗവൺമെന്റ് നൽകി ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായി തന്നെയാണ് ഇങ്ങനെ ഒരു വിജ്ഞാന കേരളം മിഷന് രൂപം കൊടുക്കുകയും നമ്മുടെ യുവതിയുവാക്കൾക്ക് അല്ലെങ്കിൽ അഭ്യസവിധരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് അവർക്ക് ഒരു സുരക്ഷിതമായ ഭാവി, ഇപ്പൊ നമുക്കറിയാം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിലൂടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളെ സംബന്ധിച്ചൊക്കെ അവർക്ക് തൊഴിൽ കൊടുക്കുന്ന അല്ലെങ്കിൽ നമുക്കറിയാം പലപ്പോഴും താൽക്കാലികമായിട്ടുള്ള ജോലികൾ ലഭിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇന്നിപ്പോ കേരളത്തിൽ നമ്മൾ ഔദ്യോഗികമായി തന്നെയുള്ള കണക്കുകൾ പറയുന്നത് രാജ്യത്ത് തന്നെ PSC നിയമനങ്ങളിൽ ഏറ്റവും കൂടുതൽ നിയമനം അല്ലെങ്കിൽ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. എന്നാൽ എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന നിലയിലുള്ള ഒരു സംവിധാനം ഇല്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും നല്ല ബോധ്യമുള്ളതാണ്. കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് ഉമേഷ് ശിവകുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കോളേജ് ബോർഡ് ഓഫ് മാനേജ്മെന്റ് പ്രസിഡന്റ് ഫാദർ ജോസ് പരുത്തുവലയിൽ അധ്യക്ഷത വഹിച്ചു. വിജ്ഞാന കേരളം DMC R രാജേഷ് സ്വാഗതം പറഞ്ഞു. ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ ദാതാക്കളുമായി നേരിട്ട് സംവാദിച്ച് അവസരങ്ങൾ കണ്ടെത്താൻ ജോബ് ഫെയറുകൾ സഹായകമാണെന്നും ഇത്തരം പരിപാടികൾ യുവതലമുറയുടെ തൊഴിൽ ക്ഷമത വർദ്ധിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നതായും MLA പറഞ്ഞു. ചടങ്ങിൽ ഫാദർ ബെൻ സ്റ്റീഫൻ, മാത്യു കല്ലിങ്കൽ, കോളേജ് മാനേജർ സുനിൽ ജോസഫ്, പ്രിൻസിപ്പൽ ഡോക്ടർ ജോസഫ് T മൂലയിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CM ബേബി, വാർഡ് മെമ്പർ പ്രിയ ബാബു, വൈസ് പ്രിൻസിപ്പൽ ജിൻസി P മാത്യൂസ്, IQAC കോർഡിനേറ്റർ ടിൻഡു സക്രിയ, സ്റ്റാഫ് അസോസിയേഷൻ സെക്രട്ടറി ശ്രീകല C, NSS കോർഡിനേറ്റർ വിദ്യ VV, മീഡിയ സെൽ കോർഡിനേറ്റർ ലിജോ T ജോർജ്, KDIX അസോസിയേറ്റ് ഡയറക്ടർ നീതു സത്യൻ, വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും സാമൂഹിക സംഘടനകളുടെയും പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. പ്ലേസ്മെന്റ് സെൽ കോർഡിനേറ്റർ രേഷ്മ കൃഷ്ണൻ നന്ദി പറഞ്ഞു. തൊഴിൽ തേടുന്ന യുവതലമുറയ്ക്ക് പുതിയ പ്രതീക്ഷകളും സാധ്യതകളും തുറന്നുകൊടുത്ത ഈ മെഗാ ജോബ് ഫെയർ മേഖലയിൽ തൊഴിൽ വികസനത്തിന് പുതിയ ദിശ നൽകുന്നതാണെന്ന് സംഘാടകർ അഭിപ്രായപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.